അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് ഹ്യൂമർ വർക്കായിട്ടുള്ളൊരു പടമാണ് മരണമാസ്. ഒരു വിയേർഡായിട്ടുള്ള ഒരു 5-6 ക്യാരക്ടേഴ്സ് ഒരു ബസ്സിൽ വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ആണ് സിനിമ കാണിച്ചു തരിക. സോ ഇനീഷ്യലി ഈ ഒരു ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് കാണിച്ചു തരും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ എടുത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മെയിൻ ഇവൻറ്റിലേക്ക് വരും. പിന്നെ ഒരു ഒറ്റ രാത്രി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണിച്ചു തരിക. സോ ഇനീഷ്യലി കാണിക്കുന്ന ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ നമുക്ക് ആ ക്യാരക്ടേഴ്സിന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് തീരെ ഇഷ്ടാവില്ല. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് മുഴുവൻ ഫുൾ കോമഡിത്തരമായിട്ടും ഫുൾ അലമ്പ് കോമഡി ആയിട്ടൊക്കെ തോന്നും. പക്ഷേ തുടക്കം മുതലേ ഇവർ ഈ ക്യാരക്ടേഴ്സ് കുറച്ച് ഓവർ ദി ടോപ്പാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയം എടുത്തിട്ടുള്ളത് തന്നെ. സോ അത് ഇനീഷ്യലി മനസ്സിലാക്കിയ ഓക്കെ ഇവർ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്, ഭയങ്കര വിയേർഡാണ്, ഫുൾ മണ്ടന്മാരാണ്, ഇനി ഇവർ ചെയ്യാൻ പോകുന്ന മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഓൾറെഡി മനസ്സിൽ നമ്മൾ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇവർ ചെയ്യുന്നതിൽ മുക്കും മൂലയും എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളടക്കം നമുക്ക് ചിരി വരും. സോ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണെന്ന് പറയാം. എനിക്ക് ഈ സിനിമയിൽ ആ ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു ലേ ഡൗൺ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു സെൻറ്റിമെൻ്റൽ പോർഷൻ വരുന്നുണ്ട് ചില സമയത്ത്. ആ സിനിമയിൽ ആവശ്യമുണ്ട്, കഥയിൽ ആവശ്യമുണ്ട്, അതിനെ പിന്നീട് അവർ മാറ്റിമറിച്ച് വേറെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പോർഷൻ കുറച്ച് ലെങ്ത് എടുത്ത് ചെയ്ത പോലെ മാത്രമാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ ലെങ്ത് കുറച്ച് കുറയ്ക്കായിരുന്നു. ഈ നമ്മൾ ഹൈ ഗ്രാഫിൽ നമ്മളൊരു പീക്ക് സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് താഴോട്ട് വരും, പിന്നീട് അങ്ങോട്ട് പഴയ പോലെ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സോ അതുപോലും ഇല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫിൽ ഒരേ ഫ്ലോയിൽ ഒരു പടം പോയിട്ടുണ്ടാവും. സോ ആ ഒരു കാര്യം മാത്രം, ആ ഒരു സെൻറ്റിമെൻ്റൽ പോർഷൻ മാത്രം കുറച്ച് കുറയ്ക്കായിരുന്നു മാത്രമാണ് ഈ സിനിമയിൽ ആകെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് അല്ലെങ്കിൽ ആ സാധനം മുഴുവനായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി തറവായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന നല്ലൊരു ഡാർക്ക് ഹ്യൂമർ സാധനമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചെളി കോമഡിയാണെന്ന് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ കാട്ടിക്കൂട്ടിലാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊരു ജോണർ ഇതാണ് എന്ന് മനസ്സിലാക്കി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടം. ആൻഡ് ഈ സിനിമ എല്ലാത്തരം ഓഡിയൻസിനും ഒരു പക്ഷേ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് ഉള്ള സോഷ്യൽ മീഡിയയിലും മറ്റുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ സ്ഥിരം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ എടുത്തിട്ടാണ് സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നത്. ഈവൻ നമ്മുടെ കൺവിൻസിങ് സ്റ്റാറിൻ്റെ സാധനം അടക്കം ഇതിപ്പോൾ അറിയാത്തവർ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഇതിലിപ്പോൾ എന്തിനിപ്പോൾ ബാക്കിയുള്ളവർ ചിരിക്കണമെന്ന് വിചാരിക്കും. സോ ആ ഒരു കാര്യം കൂടിയുണ്ട്. സോ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നു വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റിൽ സോഷ്യൽ മീഡിയയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് അവെയർ ആണെങ്കിൽ ഈ സിനിമയുടെ ആസ്വാദനം കുറച്ചും കൂടി കൂടുന്നുള്ള രീതിയിലാണ് സിനിമ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ കുറച്ച് സറ്റയറൽ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇനീഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. എനിക്ക് ഈ സിനിമയിൽ ബാക്കിയുള്ള പോർഷൻ അടിപൊളിയാണ്. പക്ഷേ ആദ്യത്തെ ആ ഒരു അരമണിക്കൂറാണ് പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത്. കാരണം അതിൽ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സാധനങ്ങൾ ഇങ്ങനെ പടപടാന്ന് കാണിച്ചു പോകുന്നുണ്ട്. സിനിമയുടെ ഈവൻ ഈ ടൈറ്റിലില്ലേ, ഈ തുടങ്ങുമ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടല്ലോ, ഈ ആൽക്കഹോൾ കൺസംഷൻ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ ഈ കൺവിൻസിങ് സ്റ്റാറിൻ്റെ ആ ഒരു ടോൺ വെച്ചിട്ടാണ്. സോ അവിടെ മുതലേ ഇതാണ് പടം എന്ന് പറഞ്ഞിട്ട് ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ഒരുപാട് കുഞ്ഞു റെഫറൻസുകൾ സിനിമയിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബേസിലുള്ള ക്യാരക്ടറൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് നാട്ടിൽ പല സ്ഥലത്തും കുറേ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. സോ ഓരോ സ്ഥലത്തും ഓരോ കൊടുത്തിരിക്കുന്ന ടാഗ് ലൈൻസും അങ്ങനത്തെ ആ ഒരു ഏരിയന് മുഴുവനായിട്ടും അല്ലെങ്കിൽ ആ ഏരിയയുടെ പേരും അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് പോകുന്നുണ്ട്. സോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ റെഫറൻസുകളും ഇവരുടെ ഡയലോഗിലുള്ള കുറേ റെഫറൻസുകളും ഈ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി, എന്നാൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് അത് എഴുതിയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സാധനം. ഫുൾ സിറ്റുവേഷണൽ കോമഡീസ് ആണ്. സോ അങ്ങനെ ഒരു കോമഡി ഉണ്ടാവണമെങ്കിൽ അത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സിനെ അവിടെ കൊണ്ട് നിർത്തണം, എന്നിട്ട് അവിടെ ഈ ഒരു കാര്യം കൂടെ ടൈപ്പ് ചെയ്ത് പറയാമെന്നുള്ള രീതിയിലാണ് സിനിമ എഴുതി വെച്ചിട്ടുള്ളതും പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതും. സോ നല്ല എൻഗേജിങ് ആയിട്ടുള്ള, നമുക്ക് 2-2.5 മണിക്കൂർ നമ്മൾ പിടിച്ചിരുത്തുന്ന, നല്ല ഒരു ആർത്തുല്ലസിച്ച് അല്ലെങ്കിൽ ചിരിച്ച് മറിയാമെന്നൊന്നുമല്ല, ഇത് മനസ്സിലാക്കി ചിരിക്കുക. ഒരു 2 സെക്കൻഡ് എടുക്കും ചിലപ്പോൾ ഒന്ന് റെൻഡർ ചെയ്തെടുക്കാൻ. ഓക്കെ ഇതാണ് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിരി വരില്ല, ആ ഒരു മോഡലുള്ള സാധനം. സോ ബേസിൽ ഉൾപ്പെടെ എല്ലാവരും നല്ല കിഡിലിനായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള, കണ്ടു കഴിയുമ്പോൾ ഈ ഇറങ്ങിയതിൽ വെച്ചിട്ട് കുറച്ച് സാറ്റിസ്ഫൈ ആയൊരു പടമാണ് മരണമാസ്. ആ ഒരു ജോണറിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഇമോഷണൽ പോർഷൻ സിനിമയിൽ ആവശ്യമുണ്ട്, അത് കുറച്ചൊന്ന് കുറയ്ക്കായിരുന്നു മാത്രമാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ആൻഡ് റൺ ടൈമിൽ അത് ചെറുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 മണിക്കൂറിലൊക്കെ തീർക്കേണ്ട ഒരു സാധനം ഒരു 2.5 മണിക്കൂറൊക്കെ കുറച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ചൊന്ന് ഡ്രാഗ് ആവുന്ന പോലെ തോന്നി. സ്റ്റിൽ ഈവൻ ദോ ഒരു നല്ല വാച്ച് തന്നെയാണ് ഈ ഒരു പടം. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.